നമസ്കാരം പ്രിയമുള്ളവരെ. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്ക ഹൂത്തികളുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത്. കാരണം അങ്ങനെ ഒരു സമീപനം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ലോകത്ത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ F-18 യുദ്ധവിമാനം ഹാരിസ് ട്രൂമാനിൽ നിന്ന് അമേരിക്കയ്ക്ക് ചെങ്കടലിൽ നഷ്ടമാകുന്നത്. ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ അമേരിക്കയുടെ നാവിക കപ്പൽ, യുദ്ധക്കപ്പൽ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിൽ F-18 യുദ്ധവിമാനം ചെങ്കടലിലോട്ട് പതിക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് ആ വിമാനം ഇതുവരെയും വീണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഹൂതികളുടെ നിരന്തരമായ ആക്രമണം ആ വിമാനം നഷ്ടപ്പെട്ട പ്രദേശത്തേക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് വീണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്ന സമയത്ത് അമേരിക്ക ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമെന്ന് ലോകം കരുതിയതേയില്ല. പ്രത്യേകിച്ചും ഇസ്രായേലും കൂടി ഹൂതികൾക്ക് നേരെ ആക്രമണം തുടരുന്ന അവസരത്തിൽ ബെൻഗുറിയൻ എയർപോർട്ടിന് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നു. ഏകദേശം 25 മീറ്ററോളം താഴ്ചയുള്ള ഒരു വലിയ ഗർത്തം ബെൻഗുറിയൻ എയർപോർട്ടിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു. ഇസ്രായേൽ അത് തങ്ങളുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമായി വിലയിരുത്തുന്നു. തുടർന്ന് ഇസ്രായേൽ സനയ പോലുള്ള ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ, യമന്റെ വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തുന്നു. യമന്റെ 3 യുദ്ധവിമാനങ്ങൾ, ആകെ ഉണ്ടായിരുന്ന 3 യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കുന്നു. ഈ അവസരത്തിൽ അമേരിക്കയുടെ ഒരു പിന്മാറ്റം ലോകം പ്രതീക്ഷിച്ചതേയില്ല. പക്ഷേ അമേരിക്ക പറയുന്നു തങ്ങൾ ഹൂതികൾക്കെതിരായ യുദ്ധം നിർത്തുന്നുവെന്ന്. ഒമാന്റെ മധ്യസ്ഥതയിൽ തുടർന്ന് ഹൂതികളും അമേരിക്കയുമായിട്ട് വെടിനിർത്തൽ ചർച്ചയിലേക്ക് പോകുന്നു, കരാറിലേക്ക് പോകുന്നു എന്നാണ് ലോകം ഇപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും ഹൂതികളും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ വരുമ്പോൾ ഇസ്രായേലും ഹൂതികളും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംഭവ വികാസമാണുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലേക്കാണ്. കാരണം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നിന്ന് ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തും എന്ന ഒരു വിലയിരുത്തലായിരുന്നു ലോകത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക പിന്മാറുന്നു, ഇസ്രായേലും ഹൂതികളും നേർക്കുനേർ നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പ്രത്യേകിച്ചും ഹൂതികൾ അമേരിക്കയ്ക്ക് നേരെ എണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. ഹൂതികൾക്ക് നേരെയുള്ള നിരന്തര ആക്രമണത്തെ തുടർന്ന് ചെങ്കടൽ വഴി അമേരിക്കയിലേക്ക് ക്രൂഡ് ഓയിലുമായി പോകുന്ന ഏതൊരു കപ്പലുകളും തങ്ങളാൽ ആക്രമിക്കപ്പെടുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് നയിക്കും എന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. ആ അവസരത്തിലാണ് അമേരിക്ക ഒരുപക്ഷെ ഈ ഹൂതികളുമായി ഇനി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണ്ട എന്ന ഒരു നിഗമനത്തിലെത്തിയത് എന്ന ഒരു വിശകലനം കൂടി അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഹൂതികളും അമേരിക്കയും തമ്മിൽ യുദ്ധം അഥവാ സംഘർഷം അവസാനിക്കുമ്പോൾ തന്നെ ഇസ്രായേലും ഹൂതികളും നേർക്കുനേർ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെതായിട്ട് ചില അഭിപ്രായങ്ങൾ വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ ക്യാബിനറ്റിൻ്റെതായ ചില തീരുമാനങ്ങൾ, 2200 കിലോമീറ്ററുകൾ ദീർഘം താണ്ടിയാണ് ഹൂതികളുടെ മിസൈൽ ഇസ്രായേലിൽ പതിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെ രാജ്യങ്ങളുടെ വ്യോമ അതിർത്തികൾ കടന്നാണ് ഇസ്രായേൽ എത്തിയതെന്ന് ഇസ്രായേൽ പഠിക്കുകയാണ്. ഏതെങ്കിലും രാജ്യങ്ങൾ ഹൂതികൾക്ക് തങ്ങളുടെ മിസൈലുകൾ തങ്ങളുടെ രാജ്യ അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുന്നതിന് അനുവാദം കൊടുത്തു എന്ന രീതിയിലൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ചർച്ചകളും ഒപ്പം തന്നെ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിന്റെ റിപ്പോർട്ടുകൾ അങ്ങനെ വന്നാൽ, ഏതെങ്കിലും രാജ്യം ഹൂതികൾക്ക് അനുകൂലമായി തങ്ങളുടെ വ്യോമ അതിർത്തി മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് അനുവദിച്ചാൽ അത്തരം രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകും എന്ന വിശദീകരണവും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും യമനിൽ ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് യമന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചില്ല. കാരണം യമനെ സംബന്ധിച്ച് അവർക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ലാത്ത രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വളരെ നിസ്സാരമായി വന്ന് വ്യോമ ആക്രമണം നടത്തിയിട്ട് തിരിച്ചു പോകാം എന്ന് തന്നെയാണ് ലോകം കരുതിയത്. അത് തന്നെയാണ് സംഭവിച്ചത്. സനയയിലെ എയർപോർട്ടുകളൊക്കെ പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു. പക്ഷേ ഹൂതികൾക്ക് മറ്റൊരു ഘടകമുണ്ട്. അതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ സമയത്ത്, യമനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ സമയത്ത് യമനിലെ ഔദ്യോഗിക വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും ഹൂതികൾ ഒരുപാട് റഷ്യൻ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ കൈയടക്കിയിട്ടുണ്ട് യമനിലെ ഔദ്യോഗിക വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന്. അതൊരു പക്ഷേ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചേക്കാവുന്ന സാധ്യതകളും തള്ളിക്കളയുന്നില്ല അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധർ എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പ്രത്യേകിച്ചും ഹൂതികളുടെ വക്താവ് യഹിയ സാരിയും അത്തരത്തിൽ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. തങ്ങൾ ഇതുവരെ ഇസ്രായേലിന്റെ എയർപോർട്ടുകൾ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആക്രമണം നടത്തിയിട്ടില്ല. അവർക്ക് ചില മുന്നറിയിപ്പുകൾ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം, ആളപായങ്ങളൊന്നും ഉണ്ടാകരുത്, പക്ഷേ
തങ്ങൾക്ക് ഇസ്രായേലിന്റെ ഏതു ലക്ഷ്യവും സാധൂകരിക്കാനോ ഏതു ലക്ഷ്യവും ആക്രമിക്കുവാൻ കഴിയും എന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമേ തങ്ങൾ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളൂ. എന്നാൽ ഇസ്രായേൽ വളരെ രൂക്ഷമായി തങ്ങളുടെ വിമാനത്താവളങ്ങളെ ആക്രമിക്കുകയും ജനങ്ങളെ കൊല്ലുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല. ബെൻഗുരിയൻ എയർപോർട്ട് തകർക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ യഹിയാ സരി ഹൂതികളുടെ വക്താവ് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും പശ്ചിമേഷ്യയിൽ എന്നത് വളരെ കൂടുതൽ വ്യക്തമാകുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ചും ഇറാനും ഈ ബെൻഗുരിയൻ എയർപോർട്ട് ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം ഒരു നിലപാടാണ് എടുത്തത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാണ്. കാരണം ഇസ്രായേലിലെ ഏതൊരു ലക്ഷ്യസ്ഥാനവും തങ്ങൾക്ക് അപ്രാപ്യമല്ല എന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ബെൻഗുരിയൻ എയർപോർട്ട് ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നുള്ളൂ എന്ന ചില വിശകലനങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. അല്ലെങ്കിൽ കുറച്ചു മീറ്ററുകൾക്കപ്പുറം ബെൻഗുരിയൻ എയർപോർട്ടിന്റെ പ്രധാനപ്പെട്ട ടെർമിനലുകൾ ഉണ്ടായിരുന്നു. അതൊന്നും നശിപ്പിക്കുവാൻ ശ്രമിക്കാതെ എയർപോർട്ടിന് സമീപം അത് പർപ്പസ്ഫുള്ളി വിക്ഷേപിച്ചതാണ് എന്ന ഒരു നിഗമനങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം കൂടിയാണ്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സംഘർഷത്തിന്റെ വലിയ സാധ്യതകൾ തന്നെയാണ് ഉള്ളത് എന്നാണ് ഈ അവസരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ഉപദ്വീപിലും സംഘർഷത്തിന്റെ മറ്റൊരു മുഖം തുറക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് വെളുപ്പിന് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ലോകം മറ്റൊരു യുദ്ധത്തെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഈ അവസരത്തിൽ ചൈനയുടെ സപ്പോർട്ട് തേടുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ്. ഒപ്പം തന്നെ പാകിസ്ഥാൻ ക്യാബിനറ്റ് തിരിച്ചടിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ കരസേനയ്ക്ക് നിർദ്ദേശം നൽകി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എന്തായാലും പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന ഭീകരന്റെ 10-ലധികം ബന്ധുക്കൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. രാജ്യം എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം നിൽക്കുന്ന ആത്മാഭിമാനത്തിന്റെ നിമിഷങ്ങൾ കൂടിയാണത്. എന്തായാലും ലോകം സംഘർഷത്തിന്റെ മുൾമുനയിലാണെന്ന് പറയാം. ഇന്ത്യൻ ഉപദ്വീപിലായാലും പശ്ചിമേഷ്യയിലായാലും രാജ്യങ്ങളും പ്രദേശങ്ങളും തമ്മിലൊക്കെയുള്ള സംഘർഷത്തിന്റെ വലിയ ഒരു തലം തുറക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സംഘർഷരഹിതമായ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.